കൂടുതൽ പേർക്ക് ഇപ്പോൾ ക്രിയേറ്റിനെ കുറിച്ച് ഇപ്പോൾ അറിയില്ല. ക്രിയേറ്റിന് നല്ലതാണ്, നല്ല എപ്പോഴാണ് എടുക്കേണ്ടത്, ഏത് ക്രിയേറ്റിനാണ് ബെസ്റ്റ്, അപ്പൊ അതൊക്കെ ചോദിച്ചിട്ട് കുറെ പേർക്ക് മെസ്സേജ് അയക്കലുണ്ട്. ക്രിയാറ്റിൻ എന്താണെന്ന് ആദ്യം നോക്കാം നമുക്ക്. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സപ്ലിമെന്റ് ആണ്, നാച്ചുറൽ സപ്ലിമെന്റ്. നോർമൽ ഫുഡിലെ സംഭവം തന്നെ നമുക്ക് ആവശ്യത്തിന് കിട്ടാത്ത സമയത്ത് നമ്മൾ അഡീഷണൽ ആയിക്കാണ് സപ്ലിമെന്റ് ആയി ആഡ് ചെയ്യും. സോ അതേപോലെ സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ. റെഡ് മീറ്റിലൊക്കെ നമുക്ക് ക്രിയാറ്റിൻ ഉള്ളത്. അപ്പൊ റെഡ് മീറ്റ് നമുക്ക് കഴിക്കുന്ന പരിധി ഉണ്ട്. അപ്പൊ അതിന് പകരമായിട്ടാണ് നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ആയിക്കാണ് ആഡ് ചെയ്യുന്നത്. 3 to 5 grams ഓഫ് ക്രിയാറ്റിൻ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിക്വയർമെന്റ് കഴിഞ്ഞു. അപ്പൊ അതാണ് ക്രിയാറ്റിൻ. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താ പറഞ്ഞാൽ ഇത് വാട്ടർ റിട്ടൻഷൻ കൂട്ടും. നോർമലി മസിൽസ് സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വെള്ളം നമ്മൾ മസിൽസ് സ്റ്റോർ ചെയ്യും. അപ്പൊ മസിൽസ് കൂടുതൽ സൈസ് വെക്കും. ATP പ്രൊഡക്ഷൻ കൂട്ടും. എനർജി നല്ലോണം ബൂസ്റ്റ് ചെയ്യും, സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യും, മെന്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. പിന്നെ വരുന്ന സൈഡ് എഫക്ട്സ് പറയാൻ മാത്രം ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും പറഞ്ഞ സൈഡ് എഫക്ട് പറഞ്ഞാലും ഹെയർ ഫോൾ ആണ്. എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബയോട്ടിന്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ എന്താ വെച്ചാൽ ക്രിയേറ്റ് എടുക്കുമ്പോൾ ആരും കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യലും ഒക്കെ ഇപ്പം DHT കൂടും, ടെസ്റ്റോസ്റ്ററോൺ കൂടും. ഇൻഡയറക്റ്റ് ആയിക്കാണ്ട് അങ്ങനെ ഒരു എഫക്ട് വരാൻ ചാൻസ് ഉണ്ട്.